ഹലോ ഫ്രണ്ട്സ്, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലൈവ് അനാലിസിസ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേഴ്സണൽ അനാലിസിസ് ആണ്, എൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ കുറച്ച് ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് തന്നു, നല്ലൊരു മൂവ് തന്നെ വന്നു. ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് 52,193 റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് താഴെ വന്ന് സ്ലോ ഡൗൺ ചെയ്ത് നിൽക്കുകയാണ്. എന്താ പറയുക, സ്കാൽപ്പിങ്ങിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ ഒരു സോൺ കണ്ടില്ലേ, ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ഇത് ടാർഗറ്റ് ആക്കി വെച്ച് ട്രേഡിന് ആലോചിക്കുകയുള്ളൂ. ഇന്നത്തെ ഷോർട്ട് ട്രേഡ്, ഓക്കെ, അഥവാ പി ട്രേഡ്. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരേ കാര്യം, ഓക്കെ, ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നതിന് മാത്രമേ ഞാൻ ഇതുവരെ ടാർഗറ്റ് ആക്കി ഒരു ഷോർട്ട് ട്രേഡിനെ പറ്റി ചിന്തിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ഈ സോണിനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. പിന്നെ ഉള്ള ട്രേഡ് ഈ 52,193 ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ നല്ലൊരു മൂവ് തന്നെ മുകളിലോട്ട് വരും. അതായത് 52,500 ലെവൽസ് വരെ മാർക്കറ്റിൽ പോവാം. ഓക്കെ, അങ്ങനെ പോയില്ല എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ എന്താ പറയുക, ടൈം പാസ് ചെയ്ത് നിൽക്കാനായിരിക്കും സാധ്യത കൂടുതൽ. അങ്ങനെ വേറെ ബ്രേക്ക് ഔട്ടോ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് എൻ്റെ ഇന്നത്തെ വ്യൂ. ഈ സോൺ ഒരു ഇമ്പോർട്ടൻറ്റ് സോണാണ്. ഇത് ബ്രേക്ക് ചെയ്ത് എന്നുവെച്ചാൽ ഒരു ക്യാൻഡിൽ വന്ന് 5 മിനിറ്റ് ക്യാൻഡിൽ വന്ന് താഴെ വന്നു, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് വന്നു, ചിലപ്പം പറയാനില്ല, ബാങ്ക് നിഫ്റ്റിയൊക്കെ വന്ന് നേരെ ഒറ്റ ക്യാൻഡിലുണ്ടെങ്കിൽ ഇത്രയൊക്കെ വരും, 100-200 പോയിന്റ് പോകുന്ന ഇൻഡെക്സ് ആണ് ബാങ്ക് നിഫ്റ്റി ഒറ്റ ക്യാൻഡിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് പറയാനില്ല. അങ്ങനെയൊക്കെ വന്ന് ചിലപ്പോൾ ഇവിടെ തിരിച്ചു പോകാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്തൊക്കെ നിന്നു താഴോട്ട് വരികയാണെങ്കിൽ ഇതുവരെ ടാർഗറ്റ് വരും. അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, ഇതിന് മുകളിലുള്ള സസ്റ്റെയിൻ എങ്കിൽ ഇങ്ങോട്ട് പോകും. അത് നല്ലൊരു മൂവായിരിക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു മൂവാണ്. ഇല്ലെങ്കിൽ ഇന്ന് ഈ സോണിലൊക്കെ തന്നെ നിൽക്കാം. ഓക്കെ, എത്ര പോയിന്റ് സോണാണ് ഈ -153 പോയിന്റ്. ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്ലോസ് ടു 270 പോയിന്റ്സ്. ഓക്കെ, ചിലപ്പോൾ ഇതിനകത്ത് തന്നെ നിന്ന് ടൈം പാസ് ചെയ്ത് ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ താഴോട്ടൊരു ഫെയിൽ ബ്രേക്ക് ഔട്ട് കാണിച്ചെന്ന് വരാം. എന്തുകൊണ്ടൊക്കെ സംഭവിക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ വ്യൂ താഴോട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ മുകളിലോട്ടൊരു ബ്രേക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ മേജർ ലെവൽസ് ഇന്നത്തേക്ക് 52,547.55, പിന്നെ 52,193.15, പിന്നെ ഇതാ ഈ സോൺ. ഓക്കെ, ഈ സോൺ പിന്നെ താഴോട്ട് അഥവാ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വന്ന് ഒരു സസ്റ്റെയിൻ ചെയ്ത് താഴെ വരികയാണെങ്കിൽ ഇത് 51,643. താഴോട്ട് വേറെ ലെവൽസ് ഒന്നും ഇന്ന് പറയുന്നില്ല, മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു വ്യൂ അത്ര കോൺഫിഡൻ്റ് അല്ല, കാരണം പോസിറ്റീവാണ്. ഇതും അഥവാ ബ്രേക്ക് ചെയ്യണമെങ്കിൽ 52,817.85. ഓക്കെ, ഇത്രയും മതി. ബാക്കിയെല്ലാം മാർക്കറ്റല്ലേ തീരുമാനിക്കുന്നത്. നമുക്ക് നമ്മുടെ ചാർട്ട് നോക്കി എന്താണ് കാണുന്നത് അത് മാർക്ക് ചെയ്യാനേ, അത് പറയാനല്ലേ പറ്റുള്ളൂ. ബാക്കി നമുക്ക് ലൈവിൽ നോക്കാം, നമുക്ക് പുതിയ കാര്യങ്ങൾ മാർക്കറ്റ് നമുക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ അത് പഠിക്കാം. ഓക്കെ, ഈ എൻ്റെ ഒരു ചെറിയ വ്യൂ മനസ്സിലായെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ബാക്കി മാർക്കറ്റ് ഡിസൈഡ് ചെയ്യും. അത് എൻ്റെ വ്യൂ തെറ്റാണെങ്കിൽ അത് മാർക്കറ്റ് തെളിയിക്കും, ശരിയാണെങ്കിൽ അത് മാർക്കറ്റ് തെളിയിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു പ്രതീക്ഷ നിൽക്കുന്ന രണ്ട് മൂവ്. ഒന്ന്, ഈ സൗണ്ടിലെവിടെയെങ്കിലും കൺസോൾട്ടേറ്റ് ചെയ്ത് ടൈം പാസ് ചെയ്ത് പോവാം. സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറ്റും, ഇവിടുന്ന് മുകളിലോട്ടും അങ്ങനെ താഴോട്ടും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. രണ്ടാമത് ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. ഇത് നല്ലൊരു മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നു, അഥവാ ബ്രേക്ക് ഔട്ട് ആണ്. ഓക്കെ, താങ്ക് യു.